ഗായ്സ്, അപ്പം നമ്മൾ സീതാർകുണ്ട് വാട്ടർഫോൾസ് നിന്ന് അടുത്തായിട്ട് പോകുന്നത് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ധാരാളം ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിയും കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഇതാണ് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. എന്തൊരു രസമാണല്ലേ കാണാൻ. നിറയെ ആൽമരങ്ങളും അതിൻ്റെ വേരുകളും എല്ലാമായിട്ട് എന്തൊരു ഭംഗിയാണല്ലേ. ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയ കടകളും കച്ചവടക്കാരുണ്ട്. ഞങ്ങളെ കണ്ടോടെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന ആളാണിത്. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിക്കുന്നുണ്ട്. ആ രണ്ട് വലിയ ആൽമരങ്ങളും അതിൻ്റെ വേരുകളും അതിൻ്റെ തണുപ്പൊക്കെ ആയിട്ട് എന്ത് രസമാണെന്നറിയോ. എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി വന്നിട്ടാണ് പാചകം ചെയ്യുന്നതും കഴിക്കുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ. അത് തന്നെ കാണുമ്പോൾ നമ്മൾ മനസ്സിനൊരു സന്തോഷമാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കാണാനായിട്ട് നടന്നു. ഇതാ ഇയാളും നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകളായിട്ട് അറിയപ്പെടുന്നത് ശിവനും പാർവതിയും കറുപ്പുസ്വാമിയും വേലമ്മയും, അതും കൂടാതെ സ്വയംഭൂവായ പ്രതിഷ്ഠകളും ഉണ്ടത്രേ. ഇവിടുത്തെ വിശ്വാസങ്ങള് കറുപ്പുസ്വാമി മലനിരകളിൽ നിന്ന് ഇറങ്ങിയതാണെന്നും ഇവിടെ തൊഴുതാൽ വീടുപണി തടസ്സമില്ലാതെ നടക്കുമെന്നും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവുമെന്നൊക്കെയാണ്. ഈ പടർന്ന് പന്തലിച്ച മരങ്ങളും അതിൻ്റെ വേരും ഈ വെള്ളക്കെട്ടുകളും മാവിൻ തോപ്പുകളും ഒക്കെയാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം. എന്ത് രസമാണല്ലേ ആ തൂങ്ങിക്കിടക്കുന്ന വേരും ആ വെള്ളക്കെട്ടുകളൊക്കെ. ഇവിടെ ഒരുപാട് സിനിമകളുടെ ചിത്രീകരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പൂജകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളത്. ഞങ്ങൾ രണ്ടാളും ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. പോവാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ദാ ഇയാളെ കണ്ടത്. ആള് എന്തോ അന്വേഷിച്ചുകൊണ്ടുള്ള നടപ്പാണ്. നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ അവിടുന്ന് നേരെ മലമ്പുഴ ഡാമിലേക്ക് പോകാനായിട്ട് അവിടുന്ന് യാത്രയായി.